ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബയോ ഫോർത്ത് സെമിസ്റ്റർ എടുത്തിട്ടുള്ളവരുടെ സിറ്റുവേറ്റിംഗ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പോൾ ഒരു വിഷയത്തിൻ്റെ മാത്രമല്ല പല വിഷയങ്ങളുടെ നോട്ട്സുകളുണ്ട്, MA നോട്ട്സ് വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മൂന്നാമത്തെ ബ്ലോക്ക് സിറ്റുവേറ്റിംഗ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ മൂന്നാമത്തെ ബ്ലോക്ക് ലെഗസി ഓഫ് നെഹ്റു ആണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. വികസനം എന്ന ആശയത്തെക്കുറിച്ചാണ്. നെഹ്റുവിൻ്റെ ആശയങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്കിതിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇമ്പാക്റ്റ് ഓഫ് നെഹ്റുവിയൻ എക്കണോമിക് പോളിസീസ്, നെഹ്റുവിൻ്റെ സാമ്പത്തിക നയങ്ങളുടെ സ്വാധീനം ചോദിക്കും. അപ്പോൾ അതിൽ നമ്മൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക ദിശ നിർണ്ണയം, അതായത് ഇന്ത്യ എങ്ങനെയുള്ള സാമ്പത്തിക നയം സ്വീകരിക്കണമെന്ന് നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ദർശനം സാമൂഹിക നീതി, സ്വയം പര്യാപ്തത, അതുപോലെ തന്നെ വ്യവസായവൽക്കരണം, ആസൂത്രിത വികസനം എന്നിവയിൽ കേന്ദ്രീകൃതമായ ഒന്നായിരുന്നു. നെഹ്റുവിൻ്റെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയുടെ ആധുനിക വ്യാവസായിക മേഖലയ്ക്ക് അടിത്തറ പാകിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. എന്നാൽ അധിക നിയന്ത്രണം, ബ്യൂറോക്രാറ്റിക് സംസ്കാരം, മന്ദഗതിയിലുള്ള വികസനം എന്നിവ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്ക് പരിമിതികളായിട്ടാണ് കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നയങ്ങൾ സാമൂഹ്യവാദ സ്വപ്നം സാമ്യവാദം എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് സ്വപ്നം ഉണർത്തിയെങ്കിലും പ്രായോഗിക പരിഷ്കാരങ്ങൾ പിന്നീട് വന്ന ഭരണകൂടങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ തുടർന്ന് വന്ന നയങ്ങൾക്കൊക്കെ നടപ്പിലാക്കിയത് അതായത് അവരൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് കേട്ടോ. ഈ നെഹ്റുവിൻ്റെ സാമ്പത്തിക നയങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് അതിൽ മിശ്ര സാമ്പത്തിക സംവിധാനമാണ് ഒന്ന്. രണ്ടാമത്തത് ആസൂത്രിത വികസനം. മൂന്ന് ഘന വ്യവസായങ്ങളുടെ വികസനം, അതായത് ഇരുമ്പുരുക്ക് പോലെയുള്ള മറ്റു വ്യവസായങ്ങൾ തുടങ്ങാൻ ആവശ്യമായ വ്യവസായങ്ങളെയാണ് എന്ത് പറയുക, ഘന വ്യവസായം എന്ന് പറയാം കേട്ടോ. പിന്നെ പൊതുമേഖലയുടെ വ്യാപനം, കാർഷിക പരിഷ്കാരങ്ങൾ, ഇതൊക്കെയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളുടെ അനുകൂലാത്മക സ്വാധീനങ്ങൾ, അതായത് പോസിറ്റീവായിട്ടുള്ള സ്വാധീനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഘനവ്യവസായങ്ങൾ സ്ഥാപിതമായതിലൂടെ ഇന്ത്യക്ക് സ്വയം വ്യവസായ മേഖലയിലെ അടിത്തറ ലഭിച്ചു. അതായത് ഇന്ത്യക്കൊരു സ്വന്തമായിട്ടുള്ളൊരു വ്യാവസായിക അടിത്തറ ലഭിച്ചു. പിന്നീട് വന്ന സാമ്പത്തിക വളർച്ചയ്ക്ക് ഇതാണ് അടിസ്ഥാനമായിട്ടുള്ളത്. അതുപോലെ വിദേശ ആശ്രയം കുറയ്ക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് ഒരു അനുകൂല ഫലം. ആഭ്യന്തര ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിച്ചതിലൂടെ സ്വയം പര്യാപ്തത നേടി. സമ്പദ് വ്യവസ്ഥയിൽ സമത്വം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്നതാണ് മറ്റൊരു പ്രധാന നേട്ടം. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിലൂടെ അതിനുള്ള കഴിവ് നേടിയെടുത്തു. അതുപോലെ ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകി. പ്രതികൂല ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അധിക ബ്യൂറോക്രാറ്റിക് നിയന്ത്രണങ്ങൾ ഉൽപ്പാദനക്ഷമത കുറച്ചു. അതായത് മാനവവികസനമാണ് ഉണ്ടായിരുന്നത്. വ്യവസായ അനുമതികൾക്കായുള്ള അധിക നിയന്ത്രണങ്ങൾ അഴിമതി വളർത്തി. അതുപോലെ സ്വകാര്യ മേഖലയുടെ വളർച്ചയ്ക്കുള്ള സ്വാതന്ത്ര്യം കുറവായിരുന്നു. രണ്ടാം പദ്ധതി കൂടുതലും വ്യവസായത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അതോടെ കാർഷിക ഉൽപ്പാദനം കുറയുകയും ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ സർക്കാർ സ്ഥാപനം പലതും നഷ്ടത്തിലായി. ഉൽപ്പാദനക്ഷമതയും ഉത്തരവാദിത്വബോധവും കുറയുകയും ചെയ്തു. ഇനി നിന്ന് നമുക്ക് വരുന്ന മറ്റൊന്നാണ് റെലവൻസ് ഓഫ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് PSU ഇൻ ദ കണ്ടംപററി കോണ്ടെക്സ്റ്റ്. സമകാലിക സാഹചര്യത്തിലെ പൊതുമേഖലാ യൂണിറ്റുകളുടെ, അതായത് PSUവിൻ്റെ പ്രസക്തി എന്തെന്നാ ചോദിക്കുക കേട്ടോ. പൊതുമേഖലയിലെ യൂണിറ്റുകൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ഘടകങ്ങളാണ്. നെഹ്റുവിൻ്റെ കാലത്ത് സ്ഥാപനപരമായ ഇവരുടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം വ്യവസായവൽക്കരണം, സാമൂഹിക നീതി, സ്വയം പര്യാപ്തത, തൊഴിൽ സൃഷ്ടിക്കുക എന്നിവയൊക്കെയായിരുന്നു. സമകാലിക സാഹചര്യത്തിലെ പൊതുമേഖലാ യൂണിറ്റുകളുടെ പ്രസക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം മാറി എന്നേ കേട്ടോ. ഇപ്പോൾ അവ കാര്യക്ഷമതയുള്ളതും ലാഭം നേടിയതുമായ സാമൂഹിക ഉത്തരവാദിത്വവുമുള്ള സ്ഥാപനങ്ങളായിട്ട് മാറണം. പലപ്പോഴും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴും PSUകൾ എണ്ണ, വാതകം, ഉരുക്ക്, ഊർജം, പ്രതിരോധം, ഗതാഗതം, ബാങ്കിങ് തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നേരിട്ടും അല്ലാതെയുമുള്ള ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇവ ഒരുക്കുന്നുണ്ട്. പിന്നോക്ക മേഖലകളിൽ വ്യവസായങ്ങൾ സ്ഥാപിച്ച് പ്രാദേശിക സമത്വ വികസനം അവ ഉറപ്പാക്കുന്നുണ്ട്. പ്രതിരോധം, ആണവ ഊർജം, എണ്ണ തുടങ്ങിയ ദേശസുരക്ഷാ മേഖലകളിൽ സ്വകാര്യവൽക്കരണം അപകടമായേക്കാം എന്നൊരു ചിന്താഗതിയുണ്ട്.
ഇവിടങ്ങളിലെ പൊതുമേഖലയ്ക്കാണ് വിശ്വാസയോഗ്യത ഉള്ളത്. അങ്ങനെ PSUകൾ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ കോർപ്പറേറ്റ് സോഷ്യൽ ഉത്തരവാദിത്ത പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സമഗ്ര വികസനത്തിനും സാമൂഹിക സംരക്ഷണത്തിനും ഇത് ഏറെ സഹായകമാണ്. ഇനി നമുക്കിത് ഇന്ന് വരുന്ന മറ്റൊന്നാണ് എന്താണ്, കൺസിഡർ ദ 5th 5-year പ്ലാൻ, ഐഡൻറ്റിഫൈ ഇറ്റ്സ് കീ ഫോക്കസ് ഏരിയാസ് ആൻഡ് അസസ് ഇറ്റ്സ് സക്സസ്. 5ാം പഞ്ചവത്സര പദ്ധതി പരിഗണിച്ച് അതിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങൾ തിരിച്ചറിയുകയും അതിൻ്റെ വിജയം വിലയിരുത്തുകയും ചെയ്യുക. 5ാം പദ്ധതിയെക്കുറിച്ച് 1974 ആരംഭിച്ച് 1979 വരെ നീണ്ടു നിന്നതായിരുന്നു ഇന്ത്യയുടെ 5ാം പഞ്ചവത്സര പദ്ധതി. സാമൂഹിക സാമ്പത്തിക വെല്ലുവിളികൾ, പ്രത്യേകിച്ച് ദാരിദ്ര്യം, തൊഴിൽക്ഷാമം, വിലക്കയറ്റം തുടങ്ങിയവ പരിഗണിച്ചിട്ടാണ് ഈ പദ്ധതിയുടെ ദിശ നിശ്ചയിച്ചിരുന്നത്. 5ാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയുടെ വികസന ചരിത്രത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൂടുതൽ ശക്തമായ പദ്ധതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എങ്കിലും ഈ പദ്ധതി സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അസ്ഥിരതയും കാരണം മുഴുവൻ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിന് സാധിച്ചിട്ടില്ല. ഈ പദ്ധതി ഇന്ത്യയുടെ സമതുലിതവും സാമൂഹ്യ നീതിപരവുമായ വളർച്ചയ്ക്കുള്ള ആദ്യ ഗൗരവമായ ആസൂത്രണത്തിൻ്റെ ദിശ മാറ്റിയ ഒരു നിർണായക പദ്ധതിയാണ്. അതിൻ്റെ ഏറ്റവും അതാണ് 5ാം പദ്ധതി പ്രത്യേകം എടുത്ത് ചോദിക്കാനുള്ള കാരണം കേട്ടോ. ഇനി അതിൻ്റെ പ്രധാന ലക്ഷ്യ കേന്ദ്രങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്യങ്ങളും കേന്ദ്ര ശ്രദ്ധ കേന്ദ്രീകരിച്ച മേഖലകളും. ഒന്ന്, ദാരിദ്ര്യ നിവാരണമായിരുന്നു ഏറ്റവും പ്രധാന ലക്ഷ്യം. അതിലാണ് ഗരീബി ഹഠാവോ എന്നൊക്കെ മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി മുഴക്കുന്നത് കേട്ടോ. ദാരിദ്ര്യക്ക് താഴെ ജീവിക്കുന്നവരുടെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഗ്രാമവികസന പദ്ധതികൾ ഈ പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ ഹരിത വിപ്ലവം മുഖേന കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഈ പദ്ധതിക്ക് കീഴിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി പോലുള്ള പദ്ധതികൾ വഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. അപ്പോൾ നഗരവികസനത്തിലൂടെ സമതുലിത വളർച്ച ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല ലക്ഷ്യങ്ങൾ, അതായത് ഇന്ത്യയെ ഒന്ന് എന്താ പറയുക പുരോഗതിയിലേക്ക് കൊണ്ടുവരാനുള്ള പല ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി 1970കളിലെ എണ്ണ ക്രമീകരണ പ്രതിസന്ധിയും വിലവർധനയും നേരിടാൻ വേണ്ടിയിട്ട് വില നിയന്ത്രണം, ബജറ്റ് നിയന്ത്രണം തുടങ്ങിയ നടപടികളും ഇതിന് കീഴിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി 5ാം പദ്ധതിയുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള. 5ാം പദ്ധതി കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തതയ്ക്ക് അടിത്തറ പാകി. പിന്നെ ദാരിദ്ര്യ നിവാരണം ലക്ഷ്യമിട്ട് നിരവധി ഗ്രാമവികസന പദ്ധതികൾ ഇതിൻ്റെ കീഴിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. അതുപോലെ തൊഴിലവസരങ്ങൾ കുറഞ്ഞ തോതിലെങ്കിലും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വ്യവസായവും ഗതാഗത മേഖലയും മെച്ചപ്പെട്ടു, അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലമായി. ഇതൊക്കെ എന്താണ് 5ാം പദ്ധതിയുടെ ഫലങ്ങളാണ്. അതിൻ്റെ പരിമിതികൾ, പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കുമെന്ന്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിലെ പരാജയം. രണ്ടാമത്തത് രാഷ്ട്രീയ അസ്ഥിരത. ഇനിയൊന്ന് ദാരിദ്ര്യ നിവാരണത്തിലെ പരിമിത വിജയം. ഒറ്റയടിക്ക് എന്തായാലും ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലായ്മ ചെയ്യാൻ കഴിയില്ലല്ലോ അല്ലേ, പരിമിതമായി വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതിൽ വരുന്നത് ദ കേസ് ഓഫ് ദ ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം എന്നുള്ള ആ ഒരു സംഭവത്തെ വിശകലനം ചെയ്യാനൊക്കെയാണ് ചോദിക്കുക കേട്ടോ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു ഭക്ഷ്യസുരക്ഷയുടെയും അതുപോലെ കാർഷിക മേഖലയിലെ സ്വയം പര്യാപ്തതയുടെ അഭാവം. 1960കളിലെ ഭക്ഷ്യപ്രതിസന്ധിയും വിദേശ ആശ്രയവും ഇതിനെ കൂടുതൽ ശക്തമാക്കി. ഈ പശ്ചാത്തലത്തിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. അതായത് അങ്ങനെ ഒരു ആശയം മുന്നിൽ വന്നത്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, വിദേശ ഇറക്കുമതി കുറയ്ക്കുക, കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഹരിത വിപ്ലവം ഇന്ത്യയുടെ കാർഷിക ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി, അതുപോലെ സാമ്പത്തിക സ്വയം പര്യാപ്തത നേടിയെടുത്തു. എങ്കിലും എന്തുണ്ട്, പരിസ്ഥിതി നാശം, പ്രാദേശിക അസമത്വം, സാമൂഹിക വ്യത്യാസം എന്നിവ പരിഹരിക്കേണ്ട ഒരു പുതിയ വെല്ലുവിളികൾ ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഹരിത വിപ്ലവം പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളായ സ്വയം പര്യാപ്തത, അതുപോലെ ദാരിദ്ര്യ നിവാരണം, ഗ്രാമവികസനം എന്നിവയായിട്ട് ഒത്തുപോകുന്നത് ഒന്നായിരുന്നു. ഇത് ഇന്ത്യയെ ഭക്ഷ്യ കാര്യത്തിൽ അല്ലെങ്കിൽ ഭക്ഷ്യ ഇറക്കുമതി കുറഞ്ഞ രാജ്യമെന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയ ഒരു രാജ്യമെന്ന നിലയിലേക്ക് ഇന്ത്യയെ എത്തിക്കുന്നത് വിജയിച്ചിട്ടുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, ജലസേചന സൗകര്യം, യന്ത്രവൽക്കരണം, സർക്കാരിൻ്റെ പിന്തുണ എന്നിവയുടെ ഫലമായിട്ട് കാർഷിക രംഗത്തുണ്ടായ വൻ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഉത്തരം കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഈ ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്
രാജ്യം ഭക്ഷ്യകാര്യത്തിൽ സ്വയം പര്യാപ്തത നേടി, കാർഷിക മേഖലയെ ആധുനികവൽക്കരിച്ചു, കർഷകരുടെ വരുമാനം വർദ്ധിച്ചു, ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രോത്സാഹനമായി. ഇതിനെന്താണ് പ്രതികൂല ഫലങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ചില പരിമിതികളുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരിമിതികൾ നമുക്ക്. ഒന്നാമത്തത് പ്രാദേശിക അസമത്വം, മറ്റൊന്ന് പരിസ്ഥിതി ദോഷങ്ങൾ, ഇനിയൊന്ന് സാമൂഹിക വ്യത്യാസം, പിന്നെ വിളവൈവിധ്യം കുറഞ്ഞു എന്നുള്ളത്. ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി നമ്മളോട് ഇതിൽ ചോദിക്കാൻ നെഹ്റുവിയൻ സോഷ്യലിസം അഡ്രസ്സസ് സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ഇൻ ഇന്ത്യ. നെഹ്റുവിൻ്റെ സോഷ്യലിസം ഇന്ത്യയിലെ സാമൂഹിക അസമത്വങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്തു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഒരു ദാരിദ്ര്യപൂർണവും അസമത്വം നിറഞ്ഞതുമായ ഒരു സമൂഹമാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. സാമ്പത്തികവും സാമൂഹികവുമായ വ്യത്യാസങ്ങൾ നീക്കം ചെയ്ത് നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവ ഉറപ്പാക്കുന്ന ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രം എന്നതായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വപ്നം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യലിസം മാർക്സിസത്തിൻ്റെ അതിവാദ രൂപം, അതായത് അതിൽ കവിഞ്ഞൊരു രൂപമാണ് ആയിരുന്നില്ല, മറിച്ച് ജനാധിപത്യ മൂല്യങ്ങളും സാമ്പത്തിക സമത്വവും ചേർന്ന ഇന്ത്യൻ മോഡലായിരുന്നു അദ്ദേഹത്തിൻ്റെ സോഷ്യലിസം. നെഹ്റുവിൻ്റെ സോഷ്യലിസം സാമൂഹിക അസമത്വങ്ങളെ നേരിടാനുള്ള ഒരു ആദ്യ ബൗദ്ധിക അല്ലെങ്കിൽ ബുദ്ധിപരമായ പ്രായോഗിക ശ്രമമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമീപനം സാമൂഹിക നീതി, സാമ്പത്തിക സമത്വം, അതുപോലെ തന്നെ മാനവ മൂല്യങ്ങൾ എന്നിവയുടെ ഒരു മിശ്രണമായിരുന്നു. അതെല്ലാം കൂടി ചേർന്ന ഒന്നായിരുന്നു. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് ദിശാനിർദ്ദേശം നൽകിയ ആധുനിക സോഷ്യലിസ്റ്റ് ചിന്തകനായിട്ട് നെഹ്റുവിനെ കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ നെഹ്റുവിൻ്റെ സോഷ്യലിസത്തിൻ്റെ മുഖ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് മിശ്ര സാമ്പത്തിക സംവിധാനം, രണ്ടാമത്തത് ആസൂത്രിത വികസനം, മൂന്നാമത്തത് സമവിതരണവും കൃഷി പരിഷ്കാരങ്ങളും, അടുത്തത് വിദ്യാഭ്യാസവും ശാസ്ത്ര പുരോഗതിയും, ഇനിയൊന്ന് ഗ്രാമവികസന പരിപാടികൾ, ലാസ്റ്റത്തത് പൊതുമേഖലയുടെ വളർച്ച. ഇനി സാമൂഹിക അസമത്വങ്ങളിൽ അതിനുണ്ടായ സ്വാധീനം എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തിക അവസരങ്ങളിലെ വർധന, സാമൂഹിക നീതി ഉറപ്പാക്കി, ഗ്രാമ-നഗര അസമത്വം കുറയ്ക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളത്. അതിന് പരിമിതികളും വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ഏത് പരിപാടി നടപ്പിലാക്കുമ്പോഴും അതിന് പരിമിതികളുണ്ടാവും, വിമർശനങ്ങളും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് പരിമിതികളും വിമർശനങ്ങളും, ഒന്ന് പ്രായോഗികതയിലെ പരാജയമാണ്, മറ്റൊന്ന് ദാരിദ്ര്യം എന്നിട്ടും അത് ഇത്രയൊക്കെ നടപ്പിലാക്കിയിട്ടും ദാരിദ്ര്യം നിലനിന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത് വ്യവസായ കൃഷി വ്യത്യാസം, മറ്റൊന്ന് ബ്യൂറോക്രാറ്റിക് നിയന്ത്രണം. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ, മൂന്നാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. അടുത്ത യൂണിറ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.